3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളാണ് വായിക്കുന്നത്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പി. 1 കൊരിന്ത്യർ 10-31-32. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവർ ആകുവീൻ. ഈ വാക്യങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് വിശ്വാസികളായ നമുക്ക് ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഈ കാഴ്ചപ്പാടുകളായിരിക്കണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചാൽ ഒരു കാര്യം നമുക്ക് തീർച്ചയായും പറയുവാൻ കഴിയും: എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമാണ്. എന്താണ് ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ? 1 കൊരിന്ത്യർ 10-31-32 കൊലോസ്യർ 3-17 ഏറെ സമാനതകളുള്ള വാക്യങ്ങളാണ്. 2 വേദഭാഗങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ചിന്തിച്ചാൽ 5 അടിസ്ഥാന പ്രമാണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. 1-ാമത്തെ പ്രമാണം, ആത്മീയം ഭൗതികം എന്നൊരു തരംതിരിവ് കൂടാതെ നമ്മോട് ബന്ധപ്പെട്ട സകലത്തെയും ദൈവമഹത്വത്തിലുള്ള മുഖാന്തരങ്ങളായി നാം കാണേണ്ടതാണ്. തിന്നാലും കുടിച്ചാലും വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും. തിന്നുക കുടിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളാണ്. ഒരു ദിവസം പല പ്രാവശ്യം തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സർവ്വസാധാരണമായ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നാം എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലരും തെറ്റായ ഒരു ജീവിത വീക്ഷണത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആത്മീയമെന്നും മറ്റു ചിലതിനെ ഭൗതികമെന്നും അവർ വേർതിരിച്ച് കാണുന്നു. ഒട്ടുമിക്ക സമയങ്ങളിലും നാം ആത്മീയത കൂടാതെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കപ്പ് ചായ കുടിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മാർഗമായി നാം ചിന്തിച്ചാൽ എത്ര ശ്രദ്ധാലുക്കളായിട്ടായിരിക്കും നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ വചനം പറയുന്നത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും നാം എന്ത് ശ്രദ്ധയോടുകൂടെ ദൈവികമായ കാഴ്ചപ്പാടോട് ചെയ്യുന്നു അതേ കാഴ്ചപ്പാടോടുകൂടെയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടത്. തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങളാണ്, പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു തരംതിരിവ് വചനത്തിലില്ല. സ്പിരിച്വൽ ആൻഡ് സെക്യുലർ എന്നൊരു ഡിവിഷൻ നാം ഒഴിവാക്കേണ്ടതാണ്. നാം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും നാം തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം ദൈവത്തിന് മഹത്വത്തിനായിട്ടാകുന്നു എന്ന കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കേണ്ടതാണ്. ഈ കാഴ്ചപ്പാട് അനേകർക്കും ഇല്ലെന്ന് ഞാൻ പറയട്ടെ. ഞായറാഴ്ച രാവിലെ നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ആത്മീയ പരിവേഷമല്ല തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്കുള്ളത്, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കാൻ പോകുമ്പോൾ നമുക്കുള്ളത്. നാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്കുള്ളതായിരിക്കുന്ന പരിവേഷമല്ല സഭയിലെ കൂട്ടായ്മയ്ക്കായിട്ട് നാം ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുമ്പോൾ ഉള്ളത്. ബൈബിൾ അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല. അവിടെ പറയുന്നത് നാം എന്ത് ചെയ്താലും എന്നാണ്. തിന്നാലോ കുടിച്ചാലോ എന്ത് സംസാരം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മീകം എന്ന മട്ടിൽ തന്നെ നാം ചെയ്യണം. കാരണം ദൈവമക്കൾക്ക് ആത്മീകമെന്നും ഭൗതികമെന്നും ഉള്ളതായിരിക്കുന്ന വേർതിരിവ് അനുവദിച്ചിട്ടില്ല. എന്ത് ചെയ്താലും എന്നാണ്. ഇസ്രായേൽ മക്കൾക്ക് പഴയ നിയമം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് ദൈവികമായ കാഴ്ചപ്പാടിൽ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവരുടെ തീറ്റയും കുടിയും വസ്ത്രധാരണവും അവരുടെ ആചാരങ്ങളും യാഗം കഴിക്കലും അവരുടെ വീട് പണിയുന്നതും വിവാഹം കഴിക്കുന്നതും എല്ലാം ദൈവിക കാഴ്ചപ്പാടിൽ തന്നെ ചെയ്യണം എന്നാണ് നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്. അതിനെ എല്ലാം സംബന്ധിച്ച ദൈവിക പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പല വിശ്വാസികൾക്കും ആ കാഴ്ചപ്പാടില്ല. ഇത് ആത്മീകം ഇത് ഭൗതികം എന്നൊരു വേർതിരിവാണ് അവരെ പലപ്പോഴും വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വേർതിരിവ് ബൈബിളിലില്ല.
ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് തിന്നാലും കുടിച്ചാലും വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്ത് പ്രവൃത്തി ചെയ്താലും ഇനി എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ മുതലായിരിക്കുന്ന വെറും സാധാരണ സർവ്വസാധാരണമായ കാര്യങ്ങൾ ചെയ്താലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം എന്നുള്ളത് ഉറപ്പാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി നാം ചെയ്യണം. ഈ ഒരു കാഴ്ചപ്പാട് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഏറെ ശ്രദ്ധയോടെ ജീവിക്കത്തുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്ന എന്തായാലും, ഞാൻ കുളിക്കുമ്പോഴായാലും വസ്ത്രം മാറുമ്പോഴായാലും, ഞാൻ എൻ്റെ മുടി ചീകുമ്പോഴായാലും, എൻ്റെ പല്ല് തേക്കുമ്പോഴായാലും, രാവിലെ കാപ്പി കുടിക്കുമ്പോഴായാലും, ഞാൻ ദൈവവചനം പഠിക്കുമ്പോഴായാലും പ്രസംഗിക്കുമ്പോഴായാലും ഒരേ ആത്മാവിൽ തന്നെ അത് ചെയ്യേണ്ടതാണ്. അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ തിന്നുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി അല്ല എന്ന് വന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ കുറ്റമുള്ളവനായിട്ട് തീരും. എനിക്ക് അങ്ങനെ ജീവിക്കുവാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ഈ 2025 നാം എന്ത് ചെയ്താലും, നാം എന്ത് സംസാരിച്ചാലും, നാം എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ആയി തീരണം എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാം. ചില കാര്യങ്ങളെ ആത്മീയമെന്നും ചിലതിനെ ഭൗതികമെന്നും വേർതിരിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിന് ഉതകുന്നതാണ് എന്ന നിലയിൽ നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഈ വേദഭാഗത്തെ പറയുന്നത് ഒരു വിശ്വാസിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സംസാരത്തിന്റെയും കേന്ദ്ര ബിന്ദു കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക എന്നാണ് നാം 1 കൊരിന്ത്യർ 10:31 പറഞ്ഞിരിക്കുന്നത്. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക. യേശുക്രിസ്തുവിന്റെ നാമത്തിനല്ലാതെ ഒരു പ്രവൃത്തി പോലും നമുക്ക് ചെയ്യുവാനുള്ള അനുവാദമില്ല. ഒരു പ്രവൃത്തി, നാം ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും കുളിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും ജോലിക്ക് പോകുന്നതും രാവിലെ കുടുംബാരാധന നടത്തുന്നതും നാം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതും സഭായോഗത്തിന് പോകുന്നതും അപ്പം നുറുക്കുന്നതും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ട് കർത്താവിന്റെ നാമത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നു എന്ന് ചിന്തിക്കാതിരിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളും. അങ്ങനെ 2 ലിസ്റ്റുകൾ ആളുകൾക്കുണ്ട്. അവരെ കടയിൽ പോയി 1 കിലോ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിയാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടൊന്നും അവർ ചിന്തിക്കുകയില്ല. അത് വീട്ടിൽ കൊണ്ടുവന്ന് തിന്നുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമായിട്ടൊന്നും ബന്ധപ്പെടുത്തിയല്ല. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ അനുവാദമില്ലെന്നാണ്. കാരണം നാം എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേണം ചെയ്യാൻ. ചില കാര്യങ്ങൾ ചെയ്യാനെന്നല്ല, ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്നല്ല, എന്ത് ചെയ്താലും എന്ന് പറയുന്നതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഒന്നും അതിന്റെ പരിധിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ പരിധിക്ക് പുറത്തു കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നത് വളരെ ആപൽകരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിലും, ചില കാര്യങ്ങൾ നമ്മുടെ നാമത്തിലും, ചില കാര്യങ്ങൾ ആരോടും ബന്ധപ്പെടാതെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ഒന്നും ചെയ്യുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യാം എന്നൊരു ധാരണ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ദൈവവചനം നമുക്ക് തരുന്നില്ല. കാരണം അവിടെ പറയുന്നത് സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക, ദൈവമഹത്വത്തിനായിട്ട് വേണം എന്നാണ് 1 കൊരിന്ത്യർ 10:31 പറഞ്ഞത്. കർത്താവ് അംഗീകരിക്കാത്തതും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാൻ കഴിയാത്തതുമായ യാതൊരു പ്രവൃത്തിയും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഈ പ്രവൃത്തി കർത്താവിന്റെ നാമത്തിലാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ കർത്താവിന്റെ നാമത്തിലാണ് ചെയ്തത് എന്ന് നമുക്ക് ഉത്തരം പറയുവാൻ കഴിയേണ്ടതാണ്. അങ്ങനെ ഉത്തരം പറയുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നാം അത് ചിന്തിച്ചല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിർവികാരരായിട്ട് നമുക്ക് ഒന്നും ചെയ്യുവാനുള്ളതായിരിക്കുന്ന അനുവാദം ദൈവവചനം തന്നിട്ടില്ല. സൃഷ്ടിച്ചവരെല്ലാം നല്ലത് എന്ന് കണ്ടു എന്നാണ് നാം ഉൽപ്പത്തിയിൽ വായിക്കുന്നത്. സ്തോത്രത്തോടെ ഭക്ഷിച്ചാൽ യാതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് വചനം. അനുവദനീയമാണോ എന്നതല്ല ചോദ്യം, പ്രയോജനമുള്ളതാണോ എന്നാണ് ചോദ്യം. അതാണ് പൗലോസ് പറയുന്നത്. പ്രയോജനമുള്ളതാണോ? എല്ലാം പ്രയോജനമുള്ള കാര്യങ്ങളല്ല. അനുവദനീയമാണെങ്കിലും നിയമം അനുവദിക്കുന്നെങ്കിലും എല്ലാം പ്രയോജനമുള്ളതല്ല. അപ്പോ പ്രയോജനമായിരിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുവാനായിട്ട് നാം ശ്രമിക്കുന്നത് നല്ലതാണ്. ശരിയോ തെറ്റോ എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിൽ പിന്നെ അതൊരു ധാർമ്മിക ചോദ്യമാണ്. കൽപ്പനാലംഘനങ്ങളും ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ തന്നെ നാം ചെയ്യണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന സംസാരമാണ് സംസാരിക്കേണ്ടത്. കേൾക്കുന്നവരെ സ്തോത്രം എന്ന് പറയുവാൻ കഴിയാത്തതൊന്നും നാം പറയരുത്. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് തിന്നാവുന്നതും കുടിക്കാവുന്നതുമായത് മാത്രമേ നാം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാവൂ. നമുക്കറിയാം, ഒരാള് ഒരു സിഗരറ്റ് എടുത്ത് അല്ലെ ബീഡി എടുത്ത് കത്തിച്ചിട്ട്
വലിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിലും ചെയ്യാവൂ. അങ്ങനെ ചെയ്യാൻ കഴിയാത്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. ഈ ലോകം തിന്മ കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ്. നന്മ മാത്രമല്ല, തിന്മയും ധാരാളമുണ്ട്. എന്നാൽ വിശ്വാസികളായ നാം എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാതെ വരും. അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ നാം തീർച്ചയായും ചെയ്യാവൂ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനും. നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നമ്മളെ ഇരുത്തുമ്പോൾ പ്രാർത്ഥിച്ചൊക്കെ ഇരുത്തും കർത്താവിന്റെ നാമത്തില്. അതുപോലെ ഒരു ജോലി കിട്ടി ജോലി പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊക്കെ പ്രവേശിക്കുന്ന ആളുകളാണ് കൂടുതൽ വിശ്വാസികളും. അതുപോലെ വിവാഹം വരുമ്പോൾ പ്രാർത്ഥിച്ചൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അതോട് തന്നെ അനുബന്ധിച്ചുള്ളതായിരിക്കുന്ന മറ്റനേക കാര്യങ്ങൾ നാം പ്രാർത്ഥന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അനുവാദമുള്ളതൊക്കെയും കർത്താവിന്റെ നാമത്തിലും ദൈവമഹത്വത്തിന് വേണ്ടിയും മാത്രമേ ചെയ്യുവാൻ നമുക്ക് അനുവാദമുള്ളൂ. അപ്പോൾ ഈ പ്രമാണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രമാണമാണ്. ഇത് ലംഘിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് വളരെ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയട്ടെ. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം ഇടർച്ചയില്ലാത്തതും ഇടർച്ച ഉണ്ടാക്കാത്തതുമായിരിക്കണം. പറയുന്നത് യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച ഉണ്ടാക്കരുതെന്നാണ്. ആർക്കും ഇടർച്ച ഉണ്ടാക്കരുത്. ലോകത്തുള്ള ജനത്തെ അങ്ങനെ മൂന്നായി തിരിക്കാം. യവനന്മാരുണ്ട്, അതായത് യഹൂദന്മാരല്ലാത്തതായിരിക്കുന്ന ജാതികളായ ആളുകൾ, പിന്നെ യഹൂദന്മാരുണ്ട്, പിന്നെ സഭയുണ്ട്. ഈ രണ്ടു കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ് സഭയിലുള്ളത്. ആർക്കും ഇടർച്ച കൊടുക്കുവാനായിട്ട് നമ്മെ അനുവദിക്കുന്നില്ല. മറ്റുള്ളവരെ അവർ വിശ്വാസികളോ അവിശ്വാസികളോ ആകട്ടെ, അവർക്ക് ഇടർച്ച ഉണ്ടാക്കുവാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല. ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു സംസാരമോ ഒരു പെരുമാറ്റമോ ഒരു തീറ്റിയോ ഒരു കുടിയോ ഒന്നും വിശ്വാസികൾക്ക് അനുവദനീയമല്ല. പൗലോസ് തന്റെ ജീവിത പ്രമാണമായി പറഞ്ഞത്, യഹൂദന്മാരെ നേടേണ്ടതിന് യഹൂദനായും വിജാതിയരെ നേടേണ്ടതിന് വിജാതിയനായും താൻ ജീവിച്ചു എന്നാണ്. എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി തീർന്നു. അങ്ങനെ വേണം. ആർക്കും ഒരു ഒഫൻസ് കൊടുക്കരുത്. അതിനു പകരം എല്ലാവർക്കും പ്രസാദകരമായ നിലയിൽ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞത്, മറ്റുള്ളവരെ നേടേണ്ടതിന് സഹായകരമായിരിക്കുന്ന ജീവിതശൈലിയാണ് നാം എടുക്കേണ്ടത്. തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, തിരിച്ചറിവോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകും വിധം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് അനുവദനീയമല്ല. വിശ്വാസികൾക്ക് ഒരിക്കലും അനുവദനീയമല്ല. നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ആഭരണം ധരിക്കലും നമ്മുടെ മുടി ചീകലും നമ്മുടെ ആഹാരം കഴിക്കലും നമ്മുടെ വീട് വെക്കുന്നതും നാം കാറ് വാങ്ങുന്നതും എന്ത് കാര്യങ്ങളായാലും അത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ വേണം നാം ചെയ്യാൻ. അങ്ങനെയാണ് ദൈവം പറയുന്നത്. പലപ്പോഴും നാം അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഇതെന്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങുന്നത് മറ്റുള്ളവർക്ക് ഇടർച്ചയാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല. അനേകർക്കും ഇടർച്ച ഉണ്ടാകാം, ഇടർച്ച വരികില്ല, വരുത്തുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. കാരണം കൽപ്പന എങ്ങനെയാണ്? ആർക്കും ഇടർച്ച കൊടുക്കരുതെന്നാണ് ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാം എന്ത് ചെയ്താലും ആർക്കും ഇടർച്ച വരുത്തുവാനായിട്ട് പാടില്ല. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച അല്ലാത്തവർ ആകുവിനെന്നാണ്. ഇടർച്ച അല്ലാത്തവർ ആകുവിൻ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആകുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പരിവർത്തനം വരേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് ഇടർച്ച വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കുവാനുള്ളതായിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ഉണ്ട്. ചിലർ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കും വിധമാണ് സംസാരിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അനേകം അവരോട് ഇടർച്ചയാവുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സംസാരം കൊണ്ട് എത്രയോ ആളുകളാണ് പിണങ്ങുന്നത്, എത്രയോ ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നാം ചെയ്യുന്നതായിരിക്കുന്ന ചില പ്രവൃത്തികൾ മറ്റുള്ളവരെ വളരെയധികം ദുഃഖിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം വിശ്വാസികൾക്കില്ല. നാം എന്ത് ചെയ്താലും സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകുന്ന വിധത്തിൽ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല. പൗലോസ് പറയുന്നത്, മാംസം കഴിക്കുന്നതും വീഞ്ഞു കുടിക്കുന്നതും മറ്റുള്ളവർക്ക് ഇടർച്ചയാണെങ്കിൽ താനത് ചെയ്യുകയില്ല എന്ന്. അപ്പൊ നമുക്ക് ന്യായമായി ചെയ്യുവാൻ അനുവാദമുള്ളതാണെങ്കിലും മറ്റുള്ളവർക്ക് ഇടർച്ചയാകുമോ എന്നുള്ള കാര്യം ചിന്തിച്ച് ആലോചിച്ച് മാത്രം നാം ചെയ്യേണ്ടതാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ അനുവാദമില്ല. ദൈവം അങ്ങനെ അനുവാദം തന്നിട്ടില്ല. മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം കൂടെ ഞാൻ അതോടൊപ്പം ചോദിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യും. ചില കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷേ നമ്മുടെ അയൽക്കാർ ഒഫൻഡഡ് ആയി വരും എന്ന് വരാം.
നമ്മുടെ വീട്ടുകാർ ഒഫൻഡഡ് ആയെന്ന് വരാം. അവരെ നാം ചെയ്യുന്നതായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒഫൻഡഡ് ആകും. നാം രക്ഷിക്കപ്പെട്ടത് അവർക്ക് ഇഷ്ടമല്ല, നാം സ്നാനപ്പെട്ടത് അവർക്ക് ഇഷ്ടമല്ല. അതേക്കുറിച്ചല്ല പറയുന്നത്. നാം അനുദിന ജീവിതത്തിൽ നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. തിന്നുന്നത് സംബന്ധിച്ച്, കുടിക്കുന്നത് സംബന്ധിച്ച്, ധരിക്കുന്നത് സംബന്ധിച്ച്, കൊടുക്കുന്നത് സംബന്ധിച്ച്, വാങ്ങുന്നത് സംബന്ധിച്ച്, നമ്മുടെ മൂല്യങ്ങൾ സംബന്ധിച്ച്, നമ്മുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്, നമ്മുടെ വീട്ടിലെ പെരുമാറ്റം സംബന്ധിച്ച്, നമ്മുടെ മക്കളെ വളർത്തുന്നത് സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒഫൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ബോധപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് വേണം നാം ജീവിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നാം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാലാമത് പൗലോസ് ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം, ആളുകൾ രക്ഷിക്കപ്പെടണം എന്നതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം. ആളുകൾ രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം. നാം എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവവചനം പറയുന്നത്. എന്ത് ചെയ്താലും നാം അങ്ങനെ ചെയ്യണം. 17ാമത്തെ വാക്യത്തിൽ ആ കാര്യം വളരെ എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നാം എന്ത് ചെയ്താലും ആളുകൾ രക്ഷിക്കപ്പെടേണ്ടതിന് നാം വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ആത്മാക്കളുടെ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 32ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ എന്ന് പറയുകയാണ്. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിക്കണം. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിക്കണം. സുവിശേഷത്തെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആത്മാക്കളുടെ രക്ഷയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പറ്റി ഉണ്ടായിരിക്കണം. നാം ചോദിക്കേണ്ടതായിരിക്കുന്ന ഒരു ചോദ്യം, ഞാനിത് ചെയ്താൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനിടയാകുമോ? ഞാനിത് ചെയ്താൽ ആരുടെയെങ്കിലും വിശ്വാസം പോകുവാനിടയാകുമോ അതോ വിശ്വാസത്തിലേക്ക് വരുവാനിടയാകുമോ? ആരെങ്കിലും വിശ്വാസം ഉറയ്ക്കുവാനിടയാകുമോ അതോ ബലഹീനരായി തീരുമോ? പ്രത്യേകിച്ച് ബലഹീനരായിരിക്കുന്ന വിശ്വാസികളുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന വിശ്വാസികളെ പ്രത്യേകം കരുതിക്കൊണ്ട് വേണം നാം എന്ത് ചെയ്താലും ചെയ്യുവാനായിട്ട്. നമുക്ക് ക്രിസ്ത്യ സ്വാതന്ത്ര്യമുണ്ടെന്ന് സംശയമൊന്നുമില്ല. തിന്നാനും കുടിക്കാനും ധരിക്കാനും പോകാനും വരാനും വിൽക്കാനും വാങ്ങാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യപ്രകാരം നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരാതിരിക്കുവാനായിട്ട് നാം ചെയ്യണം. എന്ന് മാത്രമല്ല, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തി കൊണ്ടും ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ആരെങ്കിലും രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നാം വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമായിട്ട് തീരും. പലപ്പോഴും ആത്മാക്കൾ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ അല്ല നാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആത്മാക്കളുടെ രക്ഷ മുൻനിർത്തിയല്ല നാം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടേതായ താല്പര്യ സംരക്ഷണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല, പലരും രക്ഷിക്കപ്പെടേണ്ടതിന് അത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സുവിശേഷത്തിന് അനുകൂലമായ ജീവിതശൈലിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. സുവിശേഷത്തിന് അനുകൂലമായ ജീവിതശൈലിയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, മാംസാഹാരം ഭക്ഷിക്കാത്ത ബ്രാഹ്മണന്മാരുടെ മധ്യയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതെങ്കിൽ, അവരെ നേടുവാൻ എൻ്റെ ആഹാര കാര്യങ്ങളിൽ ഞാൻ വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ മധ്യത്തിൽ ഞാൻ വസിക്കുന്നതായിരിക്കുന്ന കാലത്ത് ഞാൻ ഒരു സസ്യബുക്കായി മാറേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എനിക്ക് അവരുടെ വീട്ടിൽ പ്രവേശനം ലഭിക്കൂ. അതുപോലെ അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ അവർ വരികയുള്ളൂ. ഞാൻ അവർക്ക് ക്രിസ്മസിന് സുവിശേഷം അവരുടെ പറയണമെന്ന് വിചാരിച്ച് ഒരു വിഷയം കേക്കും ചായയും കൊടുക്കാമെന്ന് വിചാരിച്ച് അവരെ വിളിച്ചാൽ അവർ വരണമെങ്കിൽ അവർക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതശൈലിക്ക് എതിരായിട്ടുള്ള ഒരു ജീവിതശൈലി സ്വീകരിക്കുന്ന ഒരാളായിരിക്കില്ല ഞാനെന്ന്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ വേണം. പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞ പലരെയും രക്ഷിക്കേണ്ടതിന് പലർക്കും വേണ്ടി പലതായി എല്ലാമായി തീർന്നു. എല്ലാവരെയും രക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. യവനന്മാർ രക്ഷിക്കേണ്ടത് യവനനെ പോലെ താൻ ജീവിച്ചു, യഹൂദൻ രക്ഷിക്കേണ്ടതിന് യഹൂദനെ പോലെ താൻ ജീവിച്ചു. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രവർത്തനം വളരെ വിജയകരമായി തീർന്നത്. നമ്മുടെ പ്രവർത്തനം വിജയകരമാകാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സന്ദേശം ശരിയാണെങ്കിൽ നമ്മുടെ സന്ദേശത്തോട് ചേർന്ന് പോകുന്നതായിരിക്കുന്ന പെരുമാറ്റവും ജീവിതവും മൂല്യങ്ങളും ശരിയല്ല. അതുകൊണ്ട് നാം കൊടുക്കുന്നതായിരിക്കുന്ന പാത്രത്തിൽ അവർക്ക് ഭക്ഷിക്കാൻ ഒക്കില്ല. നാം കൊടുക്കുന്ന ആഹാരം നല്ലതാണെങ്കിലും കൊടുക്കുന്ന പാത്രം ശരിയല്ല എന്ന് പറയാറുണ്ട്. നാം കൊടുക്കുന്നത് നമ്മുടേതായിരിക്കുന്ന കാഴ്ചപ്പാടിന്റെ പാത്രത്തിലാണ്. അതവർക്ക് സ്വീകരിക്കുവാനായിട്ട് പ്രയാസമാണ്. പലതുകൊണ്ടും അതവർക്ക് അറപ്പായിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം അവരെ നേടേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി അവരെ പോലെയായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ പലതും നമുക്ക് പ്രയോജനമുള്ളതായിരിക്കുന്ന പലരും നാം ത്യജിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് അവരോട് സുവിശേഷം പറയാനായിട്ട് അവസരം ലഭിക്കുകയില്ല. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് സ്വന്തം ഗുണം മാത്രം നോക്കുന്നവരായി ഇരിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഗുണം മാത്രം നോക്കുന്നവരായി നാം ഏത് കാര്യങ്ങൾ ചെയ്താലും എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് പ്രയോജനം ഉണ്ടാകും, എൻ്റെ കുടുംബത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകും, ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ എൻ്റെ അയൽക്കാരൻ എന്ത് പ്രയോജനം ഉണ്ടാകും, സുവിശേഷത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളൊന്നും നാം ചോദിക്കാറില്ല.
അങ്ങനെ ചോദിക്കുന്ന വിശ്വാസികൾ തന്നെ ഇപ്പൊ ചുരുക്കമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞു, നമ്മുടെ സ്വന്തം ഗുണമല്ല നാം നോക്കേണ്ടത്, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണമെന്ന്. ഈ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണമെന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഒരു ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം മറ്റുള്ളവരുടെ ഗുണം നാം നോക്കണമെങ്കിൽ ഒന്നാമത് അവരുടെ ഗുണം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അവർക്ക് എന്താണ് ഗുണമെന്ന് നാം ചിന്തിക്കുന്നതായിരിക്കില്ലല്ലോ ചിലപ്പോൾ അവരുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പോ അത് നാം ചിന്തിക്കണം, അതേക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കണം. നമ്മുടെ ഗുണമായിരിക്കുന്ന പലതും നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതിൽ അല്പം ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമുക്ക് ഗുണമുള്ള ഒരു കാര്യം ഉപേക്ഷിച്ച് അയൽക്കാരന്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രയാസമാണ്. അത് പ്രയാസമായി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയൽക്കാരനെ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ളതായിരിക്കുന്ന ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആഗ്രഹം നമുക്കില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ചിന്തയും ആഗ്രഹവും നമുക്കില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രവർത്തനം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആവുകയില്ല, ദൈവത്തിന്റെ പരിപാടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഏത് വിധേനയും മറ്റുള്ളവർ സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം എന്ന് വിചാരിച്ച് താൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഗുണം അന്വേഷിക്കണമെന്നാണ്. അവർക്ക് ഉപദ്രവം ചെയ്യുന്നതെന്നല്ല പറയുന്നത്, അവർക്ക് ഇടർച്ച വരുത്തരുത്, അവരുടെ ഗുണവും അന്വേഷിക്കണം. അതിനവരുടെ ഗുണം എന്താണെന്ന് നാം ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. നാം അവരുടെ ഗുണം നോക്കുന്നവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. നമുക്ക് തോന്നിയാൽ പോരാ. അവരെ എന്റെ ഗുണം നോക്കുന്ന ആളുകളാണ് ഒരു അയൽക്കാരെന്നുള്ള നിലയിൽ. അവരുടെ സ്വന്തം കാര്യം നോക്കുന്നവർ മാത്രമല്ല, എന്റെയും കാര്യം നോക്കുന്നവരാണെന്ന് അവർക്ക് ചിന്തിക്കാനിടയാകണം. നമ്മുടെ സംസാരത്തിലും ഇടപാടുകളിലും അക്കാര്യം നാം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പൗലോസ പറഞ്ഞത് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്നാണ്. എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിച്ചിരിക്കുന്നു. അതായത് പൗലോസ് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചാണ് ജീവിച്ചത്. സമാനമായ ഒരു ജീവിത ശൈലിയാണ് നാമും അനുവർത്തിക്കേണ്ടത്. സുവിശേഷത്തിന് അത് സഹായകരമാണ്. അതുകൊണ്ട് സുവിശേഷത്തെ മുൻകണ്ടുകൊണ്ട് എല്ലാവരെയും പ്രസാദിപ്പിക്കുന്ന, ആരെയും ഒഫൻഡ് ചെയ്യാത്തതായിരിക്കുന്ന ഒരു കാര്യം. എന്നൊക്കെ പറഞ്ഞാൽ നാം വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കണമെന്നൊന്നും അതിന്റെ അർത്ഥത്തില്ല. മനുഷ്യർക്ക് എന്താണ് ഒഫൻസ് ഉണ്ടാകുന്നത്, എന്താണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി അതുപോലെ അവർക്ക് പ്രയോജനമായി തീരുന്നത് എന്താണ്. ഞാൻ അവരെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് പ്രയോജനമാകുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ, ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് സഹായം ചെയ്താൽ, അവരോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒരു നല്ല അയൽബന്ധത്തിൽ അവരുമായിട്ട് ഇടപെട്ടാൽ എത്ര നന്നായിരിക്കും. അത് സുവിശേഷത്തിന് എത്ര സഹായകരമായിരിക്കും. കർത്താവ് തന്നെ പറഞ്ഞത് നമ്മുടെ സൽപ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെയാകുന്നതാണ്. അവർ വിജാതീയരായിരിക്കുന്ന ആളുകളാണ്, സത്യദൈവത്തെ അറിയില്ല. എങ്കിൽ അവർ ഒരു കാര്യം പറയും, ഇവരുടെ ദൈവം ഒരു പ്രത്യേക ദൈവമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കുക, അവരുടെ മൂല്യങ്ങൾ നോക്കിക്കുക. നമ്മുടെ ദൈവത്തെ പോലെയല്ല. അവരുടെ പ്രവർത്തന ശൈലി നോക്കിക്കേ. അവരുടെ കാര്യം മാത്രം നോക്കുന്നവരല്ല, നമ്മുടെയും കാര്യം നോക്കുന്നവരാണ് എന്നവർ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അതിന് കാരണമായിട്ട് അവർ കണ്ടെത്തുന്ന അവരുടെ ദൈവം പ്രത്യേക ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെയല്ല അവരുടെ ദൈവം എന്നുള്ളതാണ്. അവരുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവരുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, മനസ്സിലുള്ള ദൈവമാണ്, പ്രതികാരം ചെയ്യുന്ന ദൈവമല്ല. നമ്മുടെ ദൈവത്തെ പോലെയല്ല അവരുടെ ദൈവം എന്നവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി അവരുടെ പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അവരുടെ കാര്യം കൂടെ നാം നോക്കണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അഞ്ചാമതായിട്ട് പറയട്ടെ, ആരാധനയുടെ ഭാവം പുലർത്തണമെന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീനെന്ന എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ഏത് സമയത്തും നാം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യം അതാണ്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതെ, എന്ത് ചെയ്താലും എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്തോത്രം എന്നതായിരിക്കുന്ന വാക്ക് എപ്പോഴും വരേണ്ടത് ആവശ്യമാണ്. ആ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് കൂടെ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ വലിയൊരു കുറവുള്ളവരായിട്ട് നാം തീരും. നമ്മുടെ ദൈവത്തിന് മഹത്വം പറയണം. അങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. 1 കൊലോസ്യർ 3:17 അങ്ങനെയാണ് പറയുന്നത്. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. പറയുക എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെയല്ല, പറഞ്ഞും കൊണ്ടിരിപ്പീൻ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആരാധനയുടെ ഭാവം നാം എപ്പോഴും പുലർത്തണം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞും കൊണ്ടിരിപ്പീൻ എന്നൊരു ജീവിതശൈലിയായി മാറണമെന്നാണ്. സ്തോത്രം എന്ന് പറയാതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. സ്തോത്രം പറയുന്നത് എന്തോ ഒരു കുറവാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം പറഞ്ഞാൽ വേറെ ഏതോ സമുദായക്കാരായി പോകും എന്നൊക്കെ ഭയപ്പെടുന്നവരായ ആളുകളുണ്ട്. പക്ഷെ ദൈവം നമ്മോട് പറയുന്നത് പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. ഒരു ദിവസം എത്ര പ്രാവശ്യം സ്തോത്രം പറയാൻ നമുക്ക് അവസരങ്ങളുണ്ട്? എത്ര പ്രാവശ്യം അവസരങ്ങളുണ്ട്? എന്തെല്ലാം നന്മകളാണ് ദൈവം ചെയ്യുന്നത്. നമ്മളെ പരിപാലിക്കുന്നതും നമ്മളെ സൂക്ഷിക്കുന്നതും നമ്മുടെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ കൊണ്ട് നമ്മെ പരിപാലിക്കുന്നതും
അതെ, നമുക്ക് എന്തെല്ലോ ഉപകാരങ്ങളാണ് ദൈവം ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നതും നമ്മളെ ക്ഷേമത്തോടെ സൂക്ഷിക്കുന്നതും നമ്മുടെ പോക്കിൽ വരവിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നതും എല്ലാം ദൈവമാണ്. അപ്പോൾ നമുക്ക് സ്തോത്രം എന്ന് പറയുവാനായിട്ട് ഒരുപാട് അവസരമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ വായിൽ എല്ലായ്പ്പോഴും സ്തോത്രം ഇല്ലെന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തോട് നന്ദി പറയുവാൻ നാം ശ്രദ്ധിക്കാറില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അവർ നന്ദി പറയുക എന്നുള്ളതാണ്. ഡിഹാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ പറയുകയുണ്ടായി, എ തിങ്കിങ് ക്രിസ്ത്യൻ ഈസ് എ താങ്കിങ് ക്രിസ്ത്യൻ. ചിന്തിക്കുന്ന ഒരു ക്രിസ്ത്യാനി നന്ദി പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. കാരണം ചിന്തിക്കുമ്പോൾ ദൈവം ചെയ്തതായിരിക്കുന്ന ഉപകാരങ്ങൾ അത് എത്രയധികം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രയധികം ഉപകാരങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതെ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് വൺ ബൈ വൺ, ഇറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ എന്ന് കർത്താവ് ഒരു പാട്ടുകാരൻ പറഞ്ഞത് ഓർക്കുകയാണ്. ദൈവം നമുക്ക് ചെയ്തതായിരിക്കുന്ന ഉപകാരങ്ങളെ ഒന്ന് എണ്ണി നോക്കിക്കേ. ഓരോ പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് എഴുതിക്കേ. നാം ജനിച്ചത് മുതൽ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഉപകാരങ്ങൾ നാം എത്ര സ്തോത്രം പറഞ്ഞാലും തീരുകയില്ല. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. അത്രയധികം ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നവർ ആയിരിക്കണമെന്നാണ്. ദൈവം തന്നിട്ടുള്ള നന്മകളെ കുറിച്ച് ബോധപൂർവം നാം ജീവിക്കണം. അതിനൊക്കെ നാം സ്തോത്രം എന്ന് പറയണം. സ്തോത്രം ചെയ്യുവീൻ. സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, നമുക്കറിയാമല്ലോ. അവന്റെ നാമത്തെ സ്തുതിപ്പീൻ, അവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്മനമേ യഹോവയെ സ്തുതിക്കുക. എല്ലാ സങ്കീർത്തനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുക എന്ന ആശയമുണ്ട്. സങ്കീർത്തനക്കാരന് ആരാധനയുടെ ആത്മാവിലാണ് സങ്കീർത്തനം എഴുതിയത്. സങ്കീർത്തനക്കാരൻ ജീവിച്ചത് ആരാധനയുടെ ആത്മാവിലാണ്. അവൻ കിടന്നുറങ്ങിയതും ആരാധനയുടെ ആത്മാവിലാണ്. അവന് എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ആരാധനയുടെ ആത്മാവിലാണ്. കാരണം അവന്റെ വായിൽ നിന്ന് എപ്പോഴും സ്തോത്രം 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 എന്ന് വന്നുകൊണ്ടിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ നമുക്ക് ഇനി ഒരു വളർച്ച ആവശ്യമാണ്. നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമായി മാറേണ്ടത് ആവശ്യമാണ്. അതൊരു സ്വഭാവമായി മാറുന്നില്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും വേണം. അപ്പോൾ നാം കണ്ടത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ വേണം. ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നാം ജീവിച്ചതുപോലെ അങ്ങ് ജീവിച്ചാൽ പോരാ. രാവിലെ എഴുന്നേൽക്കുന്നു, വലുതേക്കുന്നു, കാപ്പി കുടിക്കുന്നു, ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പറമ്പിലിറങ്ങി പണി ചെയ്യുന്നു, ഉച്ചയ്ക്ക് വരുന്നു, ആഹാരം കഴിക്കുന്നു, പിന്നെ ഇങ്ങനെ വൈകിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് പോകുന്നു എന്ന് മാത്രമുള്ള ഒരു ജീവിതശൈലിയോടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ബോധപൂർവം ദൈവം ആരാണെന്ന് ബോധ്യപ്പെട്ട്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ബോധ്യപ്പെട്ട്, അത് തിന്നാലും കുടിച്ചാലും ദൈവനാമഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്താലും ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുക. വെറും വെള്ളമാണെങ്കിലും ദൈവമേ, അനേകർ വെള്ളമില്ലാതെ ദാഹിച്ചിരിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം തന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം കഴിക്കുക. അതുപോലെ ആഹാരം കഴിക്കുമ്പോഴും അങ്ങനെ, ഈ ഭാരതത്തില് ആഹാരമില്ലാത്ത അനേകരുള്ളപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തന്നല്ലോ, ഈ ആഹാരത്തിനായി സ്തോത്രം, നിന്റെ നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുക. അങ്ങനെ എവിടെ ചെയ്താലും പോയാലും വന്നാലും എന്ത് ചെയ്താലും അതൊക്കെയും ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും. ആ അവസരങ്ങളെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹം വരും. നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നാം ഇങ്ങനെയുള്ള ഒരു ജീവിതശൈലി സ്വീകരിക്കണമെന്നാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്താലും എന്നുള്ളത് ചെയ്യുന്നതൊക്കെ വെച്ചോ. ഏറ്റവും മണ്ടേൻ എന്ന് പറയും, ഏറ്റവും നിസ്സാരം എന്ന് തോന്നുന്നതാണ് അതിൻ്റെയും കുടിക്കുകയും ചെയ്യുന്നത്. ഒരു മനുഷ്യർ മിഠായി എടുത്ത് വായിലിട്ടാലും, ഒരു നെല്ലിക്ക എടുത്ത് വായിലിട്ടാലും, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന് ബോധപൂർവം ചിന്തിക്കേണ്ടതാണ്. അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അത് ചെയ്യേണ്ടതാണ്. അതുപോലെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വവും അതുപോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹവും സുവിശേഷത്തിന്റെ വ്യാപനത്തിന് സഹായവും ആരാധനയുടെ അന്തരീക്ഷത്തിലും നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നവരാകുന്നത്. അതേ പകരം നാം നമ്മുടേതായിരിക്കുന്ന ഒരു ജീവിതശൈലി അങ്ങ് രൂപപ്പെടുത്തി, അതെ, ആഴ്ചയിൽ 6 ദിവസം സ്വന്തം കാര്യം ചിന്താപാത്രം വരെ ജീവിക്കുക, ഞായറാഴ്ച 2-3 മണിക്കൂറത്തേക്ക് പള്ളിയിൽ പോവുക, ദൈവത്തെ എന്തെങ്കിലും പറഞ്ഞൊന്ന് സ്തുതിക്കുക, അപ്പം നോക്കി പോരുക, അതോടുകൂടെ തീർന്നു. അല്ലെങ്കിൽ ദൈവം ആഴ്ച തന്നതായിരിക്കുന്ന ഭൗതിക അനുഗ്രഹത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരു അച്ചര കാശ് കർത്താവിന് വേണ്ടി കൊടുക്കുക, അതുകൊണ്ട് എൻ്റെ ക്രിസ്ത്യ ജീവിതം തീർന്നു എന്ന മട്ടിലാണ് നാം ജീവിക്കുന്നത്. നമ്മളെ അങ്ങനെയല്ല, നമ്മളെ മക്കളെ വളർത്തുന്നതും മക്കളെ ജനിപ്പിക്കുന്നതും നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തുന്നതും ഒക്കെ ദൈവമഹത്വത്തിന് വേണ്ടി വേണം. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ദൈവമഹത്വം ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാനോ ചിന്തിക്കാനോ പറവാനോ നമുക്ക് അനുവാദമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 2025-ൽ അങ്ങനെ ബോധപൂർവം നമുക്ക് ജീവിക്കുകയും നമുക്ക് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ
നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയൂ, അല്ലാതെ നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാം ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു ദൈവവൈതലിന്റെ ജീവിതശൈലിയാണ് നാം ചിന്തിച്ചത്. എത്ര ഉത്കൃഷ്ടമായ ഒരു ശൈലിയാണ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ പോലും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യാനായിട്ട് കഴിയും. മറ്റുള്ള മതങ്ങളില് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കില്ല. അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കില്ല. അങ്ങനെ ഒരു ദൈവബോധത്തിൽ 24 മണിക്കൂർ ജീവിക്കുക, 24 മണിക്കൂർ പ്രവർത്തിക്കുക, എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ദൈവവചനത്തിന്റെ പ്രമാണം. നീയല്ലോ അവനെ കിടത്തി ഉറക്കുമാറാക്കുന്നത്, നീ താങ്ങിയല്ലോ അവനെ എഴുന്നേൽപ്പിച്ചത്, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന ഒരു ശൈലി നമുക്ക് വേണം. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കേന്ദ്രമാക്കി വേണം എല്ലാം ചെയ്യാനായിട്ട്. കർത്താവിന്റെ ഹിതത്തിൽ ചേരാത്ത ഒന്നും നാം ചെയ്യരുത്. കർത്താവിന്റെ കൽപ്പനയ്ക്ക് ചേരാത്ത ഒന്നും നാം ചെയ്യരുത്. കർത്താവിന്റെ സ്വഭാവത്തിൽ ചേരാത്ത ഒന്നും നാം ചെയ്യരുത്. കർത്താവ് നമുക്ക് അനുവാദം തന്നിട്ടില്ലാത്ത ഒരു കാര്യവും നാം ചെയ്യരുത്. ക്രിസ്തു നമ്മുടെ കേന്ദ്ര വിഷയമായിരിക്കണം, നമ്മുടെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയും. എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കർത്താവ് യേശു ക്രിസ്തുവിന് പ്രസാദമായത് കൊണ്ട് ഞാൻ ചെയ്തു, കർത്താവ് അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്തു, കർത്താവ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തു, കർത്താവ് കൽപ്പിച്ചത് കൊണ്ട് ഞാൻ ചെയ്തു, അതെ കർത്താവിന് മഹത്വമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്തു. അങ്ങനെ നമുക്ക് പറഞ്ഞ് ചെയ്യുവാനായിട്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് ഒരിക്കലും ഇടർച്ച വരുത്തരുത് എന്നാണ്. ഒരിക്കലും ഇടർച്ച വരുത്തരുത്. നാം അറിഞ്ഞോ അറിയാതെ ഇടർച്ച വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പലരെയും മുറിപ്പെടുത്തും. പലപ്പോഴും പലരും മുറിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുറിപ്പെടുത്തുവാൻ നമുക്ക് അനുവാദമില്ല. ആർക്കും ഒരു വേദന ഉണ്ടാക്കുവാൻ നമുക്ക് അനുവാദമില്ല. നാം വളരെ സൂക്ഷിച്ച് മാത്രമേ വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും എന്നാണ്. വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ എല്ലാം നാം പറയാതെ പോകുന്നത് പോലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കാം. പറയേണ്ടിടത്ത് ഒരു വാക്ക് പറയണം. അങ്ങനെയാണ് മറ്റുള്ളവരെ ഇടർച്ച ഒഴിവാക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. അവരൊക്കെ പിണങ്ങുന്നേ പിണം കണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം ചെയ്യും, ഞാനിപ്പോ എല്ലാവരും നോക്കി ഒന്നും ജീവിക്കാൻ ഒക്കില്ല, അങ്ങനൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ജീവിക്കുന്നവരുണ്ട്. അവരെ എന്തെങ്കിലും തട്ടിവിട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നി പറയണമെന്ന്, ഞാൻ 2 വാക്ക് പറഞ്ഞതാണ്, അതിന് വേദന ഉണ്ടായപ്പോൾ സഹിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യാതൊരു വിധമായിരിക്കുന്ന കൺസിഡറേഷൻസും അവർക്കില്ല. ദൈവത്തിന്റെ വചനത്തോട് അവർക്ക് യാതൊരു ഭയവുമില്ല. ദൈവത്തോട് തന്നെ ഭയമില്ല. ദൈവമഹത്വമാണോ അവരുടെ ജീവിതത്തിന്, അതോ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി? പറയണമെന്ന് തോന്നുന്നത് പറഞ്ഞില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, ഞാൻ 2 വെച്ചം കൊടുത്തു, വെച്ച് കാച്ചി കൊടുത്തു എന്ന് പറയും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല പ്രിയമുള്ളവരെ. മറ്റുള്ളവർക്ക് ഒരിക്കലും ഇടർച്ച വരുത്തരുത്. അതുപോലെ ആളുകൾ രക്ഷിക്കപ്പെടണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതശൈലിയാണ്. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ആളുടെ ലക്ഷ്യത്തിലേക്ക് നടത്താനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് പ്രസാദം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധപൂർവ്വം ചിന്തിച്ചാലോചിച്ച് അങ്ങനെ കാണും. അതാണ് സൽപ്രവർത്തികൾ. നമ്മുടെ സൽപ്രവർത്തികൾ കണ്ടിട്ട് വേണം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. സൽപ്രവർത്തികൾ സുവിശേഷത്തിന് ഏറ്റവും സഹായകരമായിരിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്, ഒരു തുരകമാണ്. സുവിശേഷത്തിന്റെ തുരകമാണ് സൽപ്രവർത്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ സൽപ്രവർത്തികൾ നാം ചെയ്യുമ്പോൾ ആളുകളെ അതിലേക്ക് ആകർഷിക്കും. അങ്ങനെ ചെയ്യണമെന്നാണ്. സുവിശേഷത്തിന് സഹായകരമായിട്ട് എല്ലാ കാര്യങ്ങളും നാം ചെയ്യണം. അതുപോലെ ആരാധന നമ്മുടെ അന്തസത്തയായിരിക്കണം. ആരാധന സ്തോത്രം പറഞ്ഞും കൊണ്ടിരിക്കുമെന്നാണ്. ആ ഒരു ശൈലി നമുക്ക് വരണം. സ്തോത്രം, 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 കർത്താവേ സ്തോത്രം, പിതാവേ സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഓരോരോ കാര്യങ്ങള് വെറുതെ സ്തോത്രം സ്തോത്രം എന്ന് പറയല്ല. നമ്മുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, കാലുതലിനോട് തട്ടിപ്പോകേണ്ടതായിരുന്നു, കർത്താവ് സഹായിച്ചല്ലോ സ്തോത്രം. വീഴേണ്ടതായിരുന്നു, പക്ഷെ കർത്താവ് സഹായിച്ചല്ലോ സ്തോത്രം. അതെ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തന്നല്ലോ സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ സഹായിച്ചല്ലോ സ്തോത്രം. ബസ് കിട്ടിയല്ലോ സ്തോത്രം. കയറിയപ്പോൾ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയല്ലോ സ്തോത്രം. സൗഖ്യമായ യാത്ര ഒഴിപ്പിക്കാൻ സാധിച്ചല്ലോ സ്തോത്രം. അപകടം വരാതെ ഇറങ്ങാൻ സാധിച്ചല്ലോ സ്തോത്രം. നാം അങ്ങനെ സ്തോത്രം എന്ന് ഉറക്കെ പറയണമെന്നൊരു ബന്ധമില്ല. അങ്ങനെ കർത്താവ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. എന്നാൽ നമ്മുടെ മനസ്സിലെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് നമുക്കൊരു ശൈലിയാകണം. ആരാധനയുടെ ഒരാത്മാവിൽ എപ്പോഴും പെരുമാറുക, ജീവിക്കുക, ചിന്തിക്കുക, സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ശൈലിയായി മാറണം. അപ്പൊ ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹം നമുക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. കൊലോസ്യ ലേഖനം 3:17 പറയുന്ന, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നാം നിവർത്തിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ 10:31-32 പറയുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച അല്ലാത്തവരാകുവീൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ആർക്കും ഇടർച്ച വരുത്തുന്നവരായിട്ടില്ല.
എല്ലാവർക്കും പ്രസാദം വരുത്തുന്നവരായി, മറ്റുള്ളവരെ സുവിശേഷത്തിന് വേണ്ടി നേടുന്നവരായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുന്നവരായി നമുക്ക് ജീവിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അതിനുള്ള ശക്തിയും പ്രചോദനവും നമുക്ക് തരട്ടെ. സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ.